10 തരം പ്രമേഹം എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ 20. അപ്പൊ നമുക്ക് ആകെ 2 അറിയാവുള്ളൂ, ടൈപ്പ് 1, ടൈപ്പ് 2. അല്ല, ആധുനിക വൈദ്യശാസ്ത്രത്തിലും ഇതിനെ പല രീതിയിൽ തിരിക്കുന്നു അല്ലേ. എന്റെ ശാസ്ത്രത്തിൽ പറയുന്നത് പ്രമേഹത്തിന്റെ തുടക്കം ഉണ്ടാകുന്നത് മസ്തിഷ്കത്തിന്റെ കോശങ്ങളിൽ ഉണ്ടാകുന്ന നാശത്തിൽ നിന്നാണ് പ്രമേഹം ഉണ്ടാകുന്നത്. നേരെ നമ്മൾ പറയുന്ന ആഗ്നേയഗ്രന്ഥിക്കല്ല, അല്ലാതെ പഞ്ചസാര കഴിച്ചുകൊണ്ടല്ല. പഞ്ചസാരയാണല്ലോ നമ്മൾ കഴിക്കുന്ന മൊത്തം. നമ്മൾ കഴിക്കുന്ന ഇഡ്ഡലി മുഴുവൻ പഞ്ചസാരയാണ്. നമ്മൾ കഴിക്കുന്ന അപ്പവും പുട്ടും ദോശയും കൺവേർട്ട് ചെയ്ത് പഞ്ചസാര. കേരളത്തിലെ ഭക്ഷണ രീതിയാണ് ഏറ്റവും വൃത്തികെട്ട ഭക്ഷണ രീതി, പ്രത്യേകിച്ച് നമ്മുടെ സദ്യ. പക്ഷെ ഇതൊരു കാലം വരെ ആൾക്കാർ കുഴപ്പമില്ലാത്ത ആരോഗ്യവാന്മാരെ ജീവിച്ചിരുന്നല്ലോ. അല്ല, ആ കുഴപ്പമൊന്നും പറഞ്ഞില്ല. ഈ സദ്യ എന്ന് പറയുന്നത് കഴിഞ്ഞ 50 വർഷം കൊണ്ടോ 30 വർഷം, ഇത് പ്രമേഹ രോഗികളുടെ എണ്ണം കൂടിയത് ഇപ്പോഴാണ്. ഈ 50 വർഷം ഇത് 108 വിഭവങ്ങൾ വിളമ്പി, ഞാൻ ലോകത്ത് പല സ്ഥലത്തും സഞ്ചരിച്ചിട്ടുള്ളപ്പം എങ്ങും ഇത്ര വിഭവസമൃദ്ധമായി ഭക്ഷണം കഴിക്കുന്ന ഒരു ജനതയെ കണ്ടിട്ടില്ല. പല സ്ഥലത്തും അവിടെ ഈ ഓരോന്നിൻ്റെയും ടേസ്റ്റും അതിൻ്റെ വൈരുദ്ധ്യവും അതിൻ്റെ എന്താ പറയുക രസവും, എന്ത് രസമാണ് അതിൻ്റെ ഒരു സിങ്ക്രണൈസിങ്, എന്ത് രസമാണ്. അവസാനം നമ്മൾ മോര് കുടിച്ച് അതിൻ്റെ ദഹന പ്രക്രിയയ്ക്ക് വേണ്ടുന്ന കാര്യം ഉള്ളിലേക്ക് ചെന്ന് പര്യവസാനിക്കുന്ന തലം വരെ അതിനൊരു പ്രോസസ്സ് ഉണ്ട്, അതിനൊരു എന്താ പറയുക SOP ഉണ്ട്, സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയർ ഉണ്ട് ഒരു സദ്യ കഴിക്കുന്നത്. ഇത് കുഴപ്പമില്ലാതെ നമ്മുടെ ആൾക്കാർ ജീവിച്ചിരുന്ന സ്ഥലത്ത് കഴിഞ്ഞാൽ എങ്ങനെ 40 വർഷം കൊണ്ട് അതുൾപ്പെടെ പ്രശ്നത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. അത് ഇപ്പം നമ്മൾ പറഞ്ഞത് നമ്മുടെ സാധനങ്ങളോടുള്ള അന്ധമായ ഒരു ആവേശം കൊണ്ട് നമ്മൾ പറയുന്നത് ഇതൊക്കെയാണ്. ഇപ്പം നമ്മുടെ ആറന്മുള വള്ളസദ്യയെക്കുറിച്ച് പഠിച്ചാൽ കേരളത്തിലെ ഈ സദ്യ എന്ന് പറയുന്ന കാഴ്ചപ്പാടുണ്ടായിരിക്കുന്നത് കോട്ടയം, പത്തനംതിട്ട ആ മേഖലയിൽ നിന്നാണ്. ഞങ്ങളുടെ നാടാണ്. അവിയൽ ഉണ്ടായത് അവിടെ നിന്നാണ്. കളപ്പുറത്ത് ഭീമൻ എന്ന് പറഞ്ഞിട്ടൊരാളാണ് അവിയൽ സൃഷ്ടിച്ചത് എന്ന് പറയും. ആ നാട്ടിലെ ഈ ഭക്ഷണം ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതെന്നറിയോ? പ്രത്യേകിച്ച് ഒരു പണിയെടുക്കാതെ നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയല്ല. ഇത് പണ്ട് കാലത്ത് ഇത് ചെയ്തത് യുദ്ധത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന കായംകുളം രാജാവിൻ്റെ സജ്ജരായ പടയാളികളുടെ ഒരു വലിയ നാവിക വിഭാഗം കേന്ദ്രീകരിച്ചിരുന്ന സ്ഥലമാണ് ഈ ആറന്മുള. പല സൈനികമായിട്ടുള്ള ആവശ്യങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കും പോയിട്ട് തിരിച്ചു വരുന്നതും ആ വള്ളം തുഴഞ്ഞ് അഭ്യാസമൊക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് കൊടുക്കാനുള്ള വിശിഷ്ടമായ, അത്രയും പണിയെടുത്തിട്ട് വരുന്നവന് കൊടുക്കാനുള്ള ഭക്ഷണമായിരുന്നു ഈ വള്ളസദ്യ. ട്രീറ്റാണ്. പക്ഷെ അത് വർഷത്തിൽ എത്ര പ്രാവശ്യം കൊടുക്കും? ഒരു തവണയുള്ളൂ. ഒരു തവണയാണ്. ഈ മാസം ചേട്ടൻ എത്ര ഇൻവിറ്റേഷൻ ഉണ്ട്? എനിക്കൊരു 12ഓളം കല്യാണങ്ങൾക്ക് എന്നെ ഈ മാസം വിളിച്ചിട്ടുണ്ട്. കർക്കിടക മാസം മാത്രമേ ഇല്ലാത്തുള്ളൂ. ചോറ് എന്ന് പറയുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നമ്മളുടെ ശാസ്ത്രം പറയുന്നത്, അതായത് ഞാൻ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രം പറയുന്നത് പഴനെല്ലിൻ്റെ അരി കഴിക്കണം. പത്തായത്തിനകത്ത് നെല്ലിട്ടാൽ നമ്മളത് എടുക്കുന്നതിനൊരു രീതിയുണ്ട്. എൻ്റെയൊക്കെ നാട്ടിലെ പത്തായത്തിൽ നിന്ന് നെല്ലെടുക്കുന്നത് ഇടുന്നത് മുകളിലൂടെ ആണെങ്കിൽ എടുക്കുന്നത് അവിടെ എങ്ങനെയാണ്? കാരണം പഴയ നെല്ലാണ് എടുക്കേണ്ടത്. ഒരു വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള നെല്ല് കുത്തി ആ നെല്ല് വെച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു രീതി നമുക്കുണ്ടായിരുന്നില്ല. പ്രാതൽ എന്ന് പറയുന്ന അത് വന്നത് പാശ്ചാത്യർ വന്നതിന് ശേഷം. ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഭവങ്ങളിൽ ഏതാണ് കേരളത്തിലുള്ളത്? അപ്പം, പുട്ട്, ഇഡ്ഡലി. പുട്ട് മലയാളിയുടെ അല്ല, പുട്ട് ശ്രീലങ്കൻ. ആ വാക്ക് പോലും ശ്രീലങ്കൻ ഭാഷയിൽ നിന്ന് വന്നതാണ്. ദോശ ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ വഴി, ഉടുപ്പി വഴി കറങ്ങി വന്നതാണ്. 70 കാലഘട്ടത്തിലല്ലേ മസാല ദോശയൊക്കെ നമ്മൾ ഇത്ര വ്യാപകമായത്. ഇന്ന് മന്തി വ്യാപിക്കുന്നത് പോലെ അന്ന് മസാല ദോശ വ്യാപിച്ചത്. എറണാകുളത്ത് തന്നെ എനിക്ക് തോന്നുന്നു BTSലാണ് ആദ്യത്തെ മസാല ദോശ വ്യാപകമായിട്ട് വന്നത്. ഈ പറയുന്ന പുട്ട് നമ്മുടെ അല്ല, ഇടിയപ്പം. അല്ല, അപ്പം എന്തായിരുന്നു മലയാളിക്ക് ഉണ്ടായിരുന്നത്? ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട്. നമ്മുടെ പാലിയം ചേന്നമംഗലത്തെ അവിടെ ഇപ്പോൾ ആർക്ക് പോയാലും അവിടുത്തെ പറഞ്ഞു തരാൻ ഗൈഡും ഒക്കെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് അവർ പറയുന്നത്, അവിടെ രാവിലെ എഴുന്നേറ്റാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് പശുവിൻ്റെ പാല് കൊടുക്കും. ഒരു 11 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കാം. പിന്നെ ഒരു ഭക്ഷണം ഉള്ളത് 5 മണിക്ക് 6 മണിക്ക് ഇടയ്ക്കാണ്. ഇത്രേ ഭക്ഷണം ഉണ്ടായിരുന്നുള്ളൂ, 2 നേരം. അതിനകത്ത് തന്നെ കുമ്പളങ്ങ, മത്തങ്ങ, ചേന തുടങ്ങിയിട്ട് ഇത് ഒരു രാജകുടുംബമാണ്, പ്രഭു കുടുംബമാണ്. അവിടുത്തെ പാലിയത്തച്ഛൻ്റെ പാലിയം കൊട്ടാരം അവിടുത്തെ ഭക്ഷണ രീതിയാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു രീതിയെ ഉണ്ടായിരുന്നില്ല. പ്രാതൽ ആർക്ക് കൊടുക്കണം?
വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം ഒക്കെ ചില വ്യക്തികൾക്ക് 3 നേരം ഭക്ഷണം കൊടുക്കേണ്ടി വരും. അല്ലാതെ സാധാരണ രീതിയിൽ ഉണ്ടായിരുന്നില്ല. ഈ ചരിത്രത്തിൽ അടയാളപ്പെടുത്താതെ പോകുന്ന മനുഷ്യരെങ്ങനെയാണ് ഭക്ഷണം കഴിച്ചിരുന്നതെന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. നമ്മൾ പണ്ട് പണിയെടുക്കാനായിട്ട് അടൂരിൻ്റെയൊക്കെ അടുത്താണ് എൻ്റെ നാട്. രാവിലെ എഴുന്നേറ്റങ്ങ് പറമ്പിൽ പോവുകയാണ്. പോകുമ്പം നാഴി വെള്ളം കുടിച്ചിട്ട് പോകും. പിന്നൊരു 9 മണിയൊക്കെ ആകുമ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം കുടിക്കും. പിന്നത്തെ ഭക്ഷണം കഴിക്കുന്നത് ഈ സാധാരണ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ. എൻ്റെ അപ്പൂപ്പനൊക്കെ അങ്ങനെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 2 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ഒന്നൊരു ഭക്ഷണം കഴിക്കും. വൈകുന്നേരം ഒരു പഴമോ ഒരു കരിക്കോ അങ്ങനെ എന്തെങ്കിലും വളരെ ലഘുവായിട്ടാണ് 2 or 3 കാളകളെ കൊണ്ടു നടന്നിരുന്ന എൻ്റെ കൃഷിപ്പണിക്കാരായിരുന്ന പൂർവികർ കഴിച്ചിരുന്ന ഭക്ഷണമാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് ഇതേപോലുള്ള ഇപ്പോൾ 4 മണിയാകാറായി, ഇപ്പോൾ സ്നാക്സ് വരും. പണ്ടങ്ങനെ ഉണ്ടായിരുന്നു. അല്ല, അപ്പം പിന്നെ നമ്മളെ ആരാണ് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളൊരു രാജാവിനെ പോലെ കഴിക്കണം, ഉച്ചഭക്ഷണം ഒരു സമ്പന്നനെ പോലെ കഴിക്കണം, വൈകുന്നേരത്തെ ഭക്ഷണം നിങ്ങളൊരു അടിമ അങ്ങനെ ദരിദ്രനെ പോലെ കഴിക്കണം എന്ന്. ആപ്പിൾ കഴിച്ചാൽ രോഗം മാറും എന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞത്. കാരണം അവൻ്റെ നാട്ടിലെ ആപ്പിൾ കൃഷി ചെയ്യുന്നുള്ളതായിരിക്കും അല്ലേ? അതെ. ഈ ബ്രിട്ടീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു രീതി, നമ്മളിപ്പോൾ വിദേശത്തൊക്കെ പോകുമ്പോൾ ബ്രിട്ടീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് എന്ന് പറയും. അതെ. ചായ വന്നത് ബ്രിട്ടീഷുകാർക്ക് ശേഷമാണ്. അപ്പം നമ്മളുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് വളരെ ഉദാത്തവും മൗലികവും ലഘുവും സരളവുമായി. നമ്മൾ ആ ഒരു കാലത്തെ പറ്റി നമ്മൾ പറയുമ്പം അന്ന് അരിയാഹാരത്തിന് പകരം നമ്മൾക്ക് ധാന്യങ്ങളായിരുന്നു, മില്ലറ്റ്സ് ആയിരുന്നു എന്ന് പറയാം അല്ലേ? തെറ്റാണ്. മില്ലറ്റ്സ് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്തിരുന്നത് വളരെ ചുരുക്കം. ഇപ്പോൾ പാലക്കാട് ഭാഗത്ത് മില്ലറ്റ്സ് ധാരാളമായി കൃഷി ചെയ്തിരുന്നു. അങ്ങനെ ചില സ്ഥലങ്ങളിൽ ഇത് കൃഷി ചെയ്തിട്ടുണ്ട്. ഇടുക്കിയുടെ ചില പ്രദേശങ്ങളിലൊക്കെ മില്ലറ്റ്സ് കൃഷി ചെയ്തിട്ടുണ്ട്. വനവാസികളായ വ്യക്തികൾ ചില ചെറുധാന്യങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് ഈ ജലസേചനത്തിനെ ആശ്രയിച്ച് നമ്മുടെ പാടത്ത് ചെയ്യുന്ന കൃഷിരീതികൾ പരിചിതമല്ലാത്തവരും അതിനുള്ള സാധ്യതയില്ലാത്തവരും, ഇപ്പോൾ അഗസ്ത്യാർകൂടത്തിൻ്റെ ഭാഗത്തുള്ള ആദിവാസികൾ ചില ചെറുധാന്യങ്ങളൊക്കെ കൃഷി ചെയ്തിരുന്നത് അവിടെയുള്ള മല്ലൻകാണിയെ പോലെയൊക്കെയുള്ള ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ അത്രയും മില്ലറ്റ്സ് ഒന്നും കഴിച്ചിരുന്നില്ല. ഈ അരി തന്നെയായിരുന്നു നമ്മളുടെ പ്രധാന ഭക്ഷണം പണ്ടും. പക്ഷെ അതിനൊരു അളവ് ഉണ്ടായിരുന്നു. കിഴങ്ങ് വർഗ്ഗങ്ങൾ ധാരാളമായിട്ട് നമ്മൾ കഴിച്ചു. അല്ല, അത് തന്നെയല്ല ഇന്ന് ഉപയോഗിക്കുന്ന അരി ആയിരുന്നിരിക്കണം എന്നില്ല. ഇപ്പം രക്തശാലി അരി പോലെയൊക്കെയുള്ള ഇത്രയും ഷുഗർ ഷൂട്ടപ്പ് ചെയ്യാത്ത മറ്റ് ചില അരികളായിരുന്നിരിക്കണമോ? അരി എന്നുള്ള വാക്കിന് ശത്രു എന്നൊരർത്ഥമുണ്ട്. അങ്ങനെ ഉണ്ടല്ലേ? അതെന്താ അല്ലേ? അങ്ങനെ അർത്ഥമല്ലേ? അതെങ്ങനെയാണ്? എൻ്റെ അരി എന്ന് പറഞ്ഞൊരു മലയാളത്തിൽ ശത്രു എന്നുള്ളതിൻ്റെ ഒരു പര്യായമാണ് അരി അല്ലേ? അപ്പൊ ഈ എത്ര അളവിൽ കഴിച്ചാലും, അതിന് റാഗി കഴിച്ചാലും മറ്റ് ചെറുധാന്യങ്ങൾ കഴിച്ചാലും ഗോതമ്പ് കഴിച്ചാലും ഇതൊന്നും ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഗ്ലൂക്കോസിന്റെ അളവിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തുന്നില്ല. ചെറിയ വ്യത്യാസം വരുത്തുള്ളൂ. അപ്പോൾ സാധാരണ ദോശ 1 എണ്ണം കഴിക്കാവുന്നിടത്ത് റാഗിയുടെ ദോശ 5 എണ്ണം കഴിക്കും. അപ്പോൾ ഇൻടേക്ക് കറക്റ്റാണ്. അപ്പോൾ എന്ത് ഭക്ഷണവും അമിതമാകാതെ അല്പം ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ആരോഗ്യത്തോടു കൂടിയിരിക്കാം.